30 ദിവസത്തിലേറെ കസ്റ്റഡിയിലായാൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തുന്ന ഭരണഘടനാ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ. ബില്ലിനെ എതിർക്കുന്ന പ്രതിപക്ഷ നീക്കം തള്ളി ശശി തരൂർ പരസ്യമായി രംഗത്തുവന്നു. സാമാന്യയുക്തിയിൽ ബോധ്യമാകുന്നതാണ് എന്നും ബില്ലിൽ കുഴപ്പമില്ലെന്നും തരൂർ പ്രതികരിച്ചു. 5 വർഷത്തിലേറെ ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളിൽ അറസ്റ്റിലായി 30 ദിവസത്തിലേറെ കസ്റ്റഡിയിൽ തുടർന്നാൽ മന്ത്രിമാരുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 തവണ നിർത്തിവെച്ച ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിൽ അവതരിപ്പിക്കും. അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച പ്രതിപക്ഷ നേതാക്കളുടെ സ്ഥാനം നഷ്ടപ്പെടുത്താനുള്ള നീക്കമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ആർ കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, വീണ്ടും പലതവണ സഭ തടസ്സപ്പെട്ടിരുന്നു. 2 മണിക്ക് ചേരുമ്പോൾ ഈ ബിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് കരുതേണ്ടത്? അശ്വതി, ഏറ്റവും പുതിയ വിവരം ഈ ബില്ലിനെതിരായ പ്രതിപക്ഷ നീക്കത്തെ തള്ളിക്കൊണ്ട് ശശി തരൂർ രംഗത്ത് വന്നു എന്നുള്ളതാണ്. ശശി തരൂരിന്റെ വാദമനുസരിച്ചാണെങ്കിൽ സാമാന്യ യുക്തി ഉള്ള ഒരാൾക്ക് ഇത് ബോധ്യമാകുന്ന ഒരു ബില്ലാണ്, ഇതിനെ എതിർക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ശശി തരൂർ നിൽക്കുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷ നിരക്ക് തന്നെ അതൊരു തിരിച്ചടിയാണ്. ശശി തരൂരിനെ പോലെ തലമുതിർന്ന ഒരു നേതാവ് ബില്ലിനെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. വോട്ട് ചോരി ആരോപണം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്നതിനിടയിലാണ് ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലുമായി കേന്ദ്ര സർക്കാർ വരുന്നത്. ഇത് ഭരണഘടനാ ഭേദഗതി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരമൊരു ബില്ല് പാസ്സാക്കാൻ കഴിയൂ. 3/2 ഭൂരിപക്ഷം ലോക്സഭയിലും അതോടൊപ്പം തന്നെ രാജ്യസഭയിലും വേണം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഭൂരിപക്ഷം ഭരണപക്ഷത്തിനില്ല. 543 അംഗ ലോക്സഭയിൽ 363 അംഗങ്ങളുടെ ഭൂരിപക്ഷവും 245 അംഗ രാജ്യസഭയിൽ 165 അംഗങ്ങളുടെ ഭൂരിപക്ഷവുമാണ് വേണ്ടത്. എന്നാൽ നിലവിൽ 543 അംഗ ലോക്സഭയിലേക്ക് 293 പേരുടെ ഭൂരിപക്ഷമാണ് അല്ലെങ്കിൽ പിന്തുണയാണ് ഇപ്പോൾ NDAക്കുള്ളത്. അത് 363 പേരുടെ പിന്തുണ ലഭിച്ചെങ്കിൽ മാത്രമേ അത് പാസ്സാക്കാൻ കഴിയൂ. രാജ്യസഭയിൽ 132 പേരുടെ പിന്തുണയാണ് നിലവിലുള്ളത്. 165 അവിടെ വേണ്ടത്. ഇനി BJDയുടെയോ YSR കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ ഒക്കെ പിന്തുണ ലഭിച്ചാൽ പോലും ഇങ്ങനെ 2/3 ഭൂരിപക്ഷത്തോടു കൂടി അവിടെ ഇത് പാസ്സാക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാർ മറ്റൊന്നുകൂടിയുണ്ട്. വോട്ട് ചോരി ആരോപണവുമായി പ്രതിപക്ഷം ശക്തമായി നിൽക്കുമ്പോൾ അതിനെതിരെ ഒരു ബദൽ നീക്കം എന്ന നിലയിൽ കൂടിയാണ് ഇത്തരം ഒരു വിഷയം കൊണ്ടുവരുന്നത്. 5 വർഷത്തിന് ശേഷം ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കേസുകളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, അത് പ്രധാനമന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, ആ മന്ത്രി കസ്റ്റഡിയിൽ 30 ദിവസം തുടർന്നു കഴിഞ്ഞാൽ 31ാം ദിവസം ഓട്ടോമാറ്റിക്കായി തന്നെ അവരുടെ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം, പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമാകും എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ കേൾക്കുമ്പോൾ കൊള്ളാവുന്ന ഒരു ബില്ല്. അങ്ങനെ നേരത്തെ അരവിന്ദ് കെജ്രിവാൾ അടക്കം ജയിലിൽ കിടക്കുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ തടയാം എന്നുള്ളതാണ് ബില്ലിൽ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. എന്നാൽ പ്രതിപക്ഷം ഉയർത്തുന്നത് മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ വിവിധ കേന്ദ്ര സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം സർക്കാരുകളെ നേരിടുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഏജൻസി ഒരു കേസെടുക്കുകയും ആ കേസിൽ 30 ദിവസം കസ്റ്റഡിയിൽ കിടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് ഒരു മന്ത്രിയെ നീക്കാൻ അനായാസം തന്നെ കഴിയും. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആണെങ്കിൽ ആ മന്ത്രിസഭ തന്നെ ഇല്ലാതെയാക്കുവാൻ കഴിയും. അത്തരമൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പകപോക്കലോടുകൂടി നടത്തുന്ന നീക്കമായിട്ടാണ് പ്രധാനമായും പ്രതിപക്ഷം ഇതിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഇത് BJP ഈ ഇത്തരം ഒരു ബില്ല് കൊണ്ടുവന്നാൽ സ്വാഭാവികമായി ഇപ്പോൾ BJPയെ പിന്തുണയ്ക്കുന്ന TDP അടക്കമുള്ള പാർട്ടികൾക്കും JDU അടക്കമുള്ള പാർട്ടികൾക്കുമൊക്കെ ഇത് വെല്ലുവിളിയാകാൻ നാളെ സാധ്യതയുണ്ടെന്നും നിങ്ങൾക്ക് മേൽക്കൂടി തൂങ്ങുന്ന ഒരു വാളായി ഇത് മാറും എന്നുള്ളതും പ്രതിപക്ഷത്തിനെതിരെ ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സ്ഥാനം തെറിപ്പിക്കാൻ ഇതിനെ ഉപയോഗിക്കുമെന്നും അത് നിഷ്കളങ്കമായൊരു ബില്ല അല്ല, അതുകൊണ്ട് തന്നെ ഇത് പാസ്സാക്കാൻ അംഗീകരിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. പക്ഷേ ഭരണപക്ഷം ഉയർത്തുന്നത് മറ്റൊന്നാണ്. ഏത് കേസിൽപ്പെട്ട് ജയിലിൽ പോയാലും ഏത് കേസുകളിലായി ഇവരൊക്കെ വയ്ക്കുമ്പോഴും അവരുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുന്നില്ല. ധാർമ്മികതയുടെ പേരിൽ മാത്രമാണ് ചിലരെങ്കിലും രാജിവെക്കുന്നത്. അങ്ങനെ ധാർമ്മികത ഉയർത്തി രാജിവെക്കാതിരിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ളവർ ജയിലിൽ കിടക്കേണ്ടതില്ല, അങ്ങനെയുള്ളവർ മന്ത്രിസ്ഥാനത്ത് തുടരേണ്ടതില്ല. അത് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം ബാധകമല്ലേ എന്നുള്ള ചോദ്യവും ഭരണപക്ഷം ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇത് ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പാസ്സായി പോകുന്ന ഒന്നല്ല. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ വഴി തുറക്കുന്നത് കൂടിയാണ് ഈ ഭരണഘടനാ ഭേദഗതി ബിൽ. ശരി, ആർ കിരൺ ബാബു ആണ് വിശദവിവരങ്ങൾ നൽകിയത്.